ശ്വാസം പതറിടുമ്പോൾ ആശ്വാസം പകർന്നിടുന്ന യേശുവിനെ വിളിച്ചിടുന്നേ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ദൈവകൃപ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ദൈവവചന പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവകൃപ ലഭിച്ച പരിശുദ്ധ മറിയത്തെയും കുറിച്ചും വിശുദ്ധ പൗലോസിനെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് വിശുദ്ധ വചനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവകൃപയിൽ നിറഞ്ഞാൽ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ കൂടി കടന്നു പോകേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള വചനപ്രഘോഷണമാണ്. ദൈവകൃപയ്ക്ക് 5 മേഖലകളാണുള്ളത്. 1 ക്ഷമിക്കാനുള്ള മേഖല, 2 സഹിക്കാനുള്ള മേഖല, 3 സഹിഷ്ണുതയുടെ മേഖല, 4 സഹാനുഭൂതിയുടെ മേഖല, 5 ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക, സ്നേഹം എന്നുള്ള മേഖല. ഏത് സാഹചര്യത്തിലും ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന അവസ്ഥ. ഇങ്ങനെ 5 മേഖലകളാണ് കൃപയ്ക്കുള്ളത്. ഇത് 5ഉം തികഞ്ഞതും നിറഞ്ഞതുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശുവിൽ നിന്നാണ് ഈ ലോകം ക്ഷമ പഠിച്ചത്. യേശുവിലൂടെയാണ് സഹിക്കേണ്ടത് എങ്ങനെയെന്ന് മനുഷ്യവംശം മനസ്സിലാക്കിയത്. യേശുവിലൂടെയാണ് സഹിഷ്ണുത കാണിക്കേണ്ടത് എങ്ങനെയെന്ന് മനുഷ്യരാശി മനസ്സിലാക്കിയത്. സഹാനുഭൂതി ആരോടൊക്കെ എങ്ങനെയൊക്കെ എന്തിനോടൊക്കെ കാണിക്കണമെന്ന് യേശുവിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. കൂടാതെ സ്നേഹിക്കേണ്ടത് ആരെയെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ് എന്നതിനെക്കുറിച്ചും യേശുവാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ 5 മേഖലകളും ഒന്നിച്ചു ചേരുമ്പോഴാണ് കൃപ എന്ന് പറയുന്നത്. പല സഹോദരങ്ങൾക്കും ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് കൃപ ധാരാളം സമ്പത്ത് ലഭിക്കുന്നതിനെക്കുറിച്ചും ആഡംബരങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ചും സ്വത്തുവകകൾ ലഭിക്കുന്നതിനെക്കുറിച്ചും മറ്റതേപോലുള്ള ഈ ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ചാണ് കൃപയെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ശുശ്രൂഷകളിൽ പോലും അങ്ങനെ തെറ്റായിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട്. ശുശ്രൂഷ എന്തൊരു കൃപയായിരുന്നു ശുശ്രൂഷയുടെ നേരത്ത് എന്ന് പറയുന്ന സഹോദരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശുശ്രൂഷയിൽ എങ്ങനെയാണ് കൃപയുണ്ടാകുന്നത്? ശുശ്രൂഷിച്ചാലല്ലേ കൃപയുണ്ടെന്ന് തെളിയുള്ളൂ. ക്ഷമയോടെ ശുശ്രൂഷിക്കുക, സഹനത്തോടെ ശുശ്രൂഷിക്കുക, സഹിഷ്ണുതയോടെ ശുശ്രൂഷിക്കുക, സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക, സഹാനുഭൂതിയോടെ ശുശ്രൂഷിക്കുക. ഈ 5 തരത്തിലുള്ള മേഖലകൾ നമുക്കില്ലെങ്കിൽ നമ്മളെങ്ങനെ കൃപയിലാകുന്നത്? അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ഈ പറഞ്ഞ 5 മേഖലകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിൽ കൃപയുടെ ലക്ഷണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് കൃപ എന്ന് പറയാം. അല്ലാതുള്ളതൊന്നും കൃപയ്ക്ക് കീഴിലല്ല. അത് മറ്റെന്തെങ്കിലും നമുക്ക് മനസ്സന്തോഷം കിട്ടുന്നതിനാണ് കൃപയെന്ന് പറയുന്നത്. അതൊരിക്കലും കൃപയാകില്ല. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അപ്പോൾ ഇത് മനുഷ്യന് ലഭിക്കുക എന്നത് ദൈവാത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ മാത്രമേ സാധിക്കൂ.
അതോടൊപ്പം അത്യുന്നതൻ്റെ ശക്തിയും ആവസിച്ചിരിക്കണം. ദൈവാത്മാവും അത്യുന്നതൻ്റെ ശക്തിയും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലോകത്തിലെ എന്നല്ല പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ഔന്നത്യത്തിലുള്ള വ്യക്തിയായി മാറാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി എങ്ങനെയാണെന്ന് ദൈവവചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-19 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഉന്നതരും പ്രശസ്തരുമായി അനേകരുണ്ട്, എന്നാൽ വിനീതർക്കാണ് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മുടെ മുമ്പിലോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ എത്ര ഉന്നതനാണോ അത്രയും എളിമയുള്ളവനാകുക എന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. കാരണം എളിമയുള്ളവർക്കേ കൃപ ലഭിക്കുകയുള്ളൂ. എളിയ മനോഭാവമുള്ളവർക്കേ സഹിക്കാൻ പറ്റുള്ളൂ, ക്ഷമിക്കാൻ പറ്റുള്ളൂ, സ്നേഹിക്കാൻ പറ്റുള്ളൂ, സഹാനുഭൂതി കാണിക്കാൻ പറ്റുള്ളൂ, സഹിഷ്ണുത കാണിക്കാനും പറ്റുകയുള്ളൂ. എളിയ മനോഭാവം ഇല്ല, എല്ലാത്തിനും നമ്മൾ എടുത്തിയാട്ടത്തിലും അഹങ്കാരത്തിലും ധിക്കാരത്തിലും നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ കൃപയ്ക്ക് കീഴിലല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നിയമം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് കൃപയ്ക്ക് കീഴിലുള്ളവൻ നിയമത്തിന് വിധേയനല്ലെന്ന്. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി. വിശുദ്ധ യാക്കോസ്ലീഹ പറയുന്നത് കേൾക്കാം. യാക്കോസ്ലീഹയുടെ ലേഖനം 4:6. ദൈവം കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തിയാട്ടവും അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഉള്ള മനുഷ്യർക്ക് ദൈവം കൃപ നൽകില്ല. കാരണം അവരെ കൊണ്ട് കൃപ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ അവർക്ക് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് കൃത്രിമമായിട്ട് ചിലപ്പോൾ ഈ കൃപ ആണെന്ന് വരുത്തി, കൃപയുള്ള വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപക്ഷെ അഭിനയിച്ചൊക്കെ കാണിച്ചേക്കാം. ഞാൻ സഹിക്കുന്ന വ്യക്തിയാണ്, ക്ഷമിക്കുന്ന വ്യക്തിയാണ്, സ്നേഹം കാണിക്കുന്ന വ്യക്തിയാണ്, സഹാനുഭൂതിയുള്ള വ്യക്തിയാണ്, സഹിഷ്ണുതയുള്ള വ്യക്തിയാണെന്നൊക്കെ അഭിനയിച്ച് കാണിക്കാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ മേഖലയിൽ അവർ പരാജയപ്പെട്ടു പോകും. അതുതന്നെ കാരണം പൗലോസ് അങ്ങനെ പറയുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആ കൊടുക്കുന്ന കൃപ അവരിൽ നിക്ഷിപ്തമാണ്. അവരിൽ നിന്നത് ഒരാൾക്ക് എടുത്തു കളയാൻ സാധിക്കില്ല. വിശുദ്ധ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 5-6. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ നമ്മൾ കേട്ടതനുസരിച്ച് വിനയമുള്ളവർക്കേ കൃപ കിട്ടുകയുള്ളൂ. നേരത്തെ പറഞ്ഞ് വിനീത ഹൃദയർക്ക്, എളിമയുള്ളവർക്കേ കിട്ടുകയുള്ളൂ എന്ന്. ഇപ്പോൾ വിനയമുള്ളവർക്ക്. അപ്പോൾ വിനയം, എളിമയിൽ നിന്നാണ് വിനയം ഉണ്ടാകുന്നത്. എളിമയുള്ളവർക്ക് സാവകാശം ചിന്തിക്കാനും ആലോചിക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ടാകുക എന്നുള്ളതല്ല, ദൈവം അവർക്ക് നൽകുന്നത്. ആലോചിക്കും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും വിനയമുണ്ടോ എന്ന് ആലോചിച്ച് മനസ്സിലാക്കി ആ എളിയ തലത്ത് നിന്നുകൊണ്ട് അവർക്ക് വിനയം വരുത്താൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് കൃപ നൽകുമെന്നാണ് പത്രോസിയ പഠിപ്പിക്കുന്നത്. തുടർന്ന് പത്രോസിയ പറയുവാണ്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. അപ്പോൾ എളിമയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ. ശക്തമായ കരം എന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ശക്തമായ കരത്തിന് കീഴിൽ നിൽക്കുക എന്നുള്ളത്. വചനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആകുന്ന വചനത്തിൻ്റെ കീഴിൽ, അതായത് പരിശുദ്ധാത്മാവിനും നിത്യജീവനും, അതായത് യേശുവിനും കീഴെ നമ്മൾ നിന്നാൽ നമുക്ക് വേണ്ടി ഉയർത്തപ്പെടാൻ വേണ്ടി ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളറിയാതെ നമ്മളെ ദൈവം ഉയർത്തും. അതിനുള്ള വഴിയെല്ലാം ദൈവം തുറന്നു തരും. എനിക്ക് ഈ കാലയളവിനുള്ളിൽ, സുവിശേഷ വേലയുടെ കാലയളവിനുള്ളിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഒരുപാട് പേരെ കർത്താവ് അങ്ങനെ ഉയർത്തിയതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. പക്ഷേ താഴ്മയോടെ നമ്മൾ നിൽക്കണം. ദൈവത്തിന് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കണം. പ്രൈസ് ലോർഡ്. തുടർന്ന് നമ്മൾ ദൈവകൃപ നിറഞ്ഞവരാണെങ്കിൽ ദൈവീകതയുള്ള വ്യക്തിയാണ്, ഔന്നത്യമുള്ള വ്യക്തിയാണ്. അവൻ സാധാരണ വ്യക്തിയല്ല.
എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃപ ചോർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ മുൻ കേട്ടതായ 5 പുണ്യങ്ങളും പുണ്യമേഖലകളും നിലനിൽക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നിപ്പോൾ അപ്പസ്തലന്മാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒന്ന്, ഈ പറഞ്ഞ 5 ഏതെങ്കിലും ഒന്ന് ചോർന്നു പോയാൽ കൃപ നഷ്ടപ്പെട്ട്. 5 നമ്മളിൽ ഒരേപോലെ പ്രവർത്തിക്കണം. അപ്പോഴാണ് കൃപ നഷ്ടപ്പെടാതെ ചോർന്നു പോകാതെ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെയാണ് കൃപയ്ക്ക് കീഴിലുള്ള ഒരു മനുഷ്യൻ പാപത്തിന് വിധേയനാകാതെ, അതായത് പാപം അവൻ്റെ മേൽ ഭരണം നടത്തില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയാനുണ്ടായ കാരണം. ഇങ്ങനെ പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. വളരെ പ്രസക്തമായൊരു സംഭവമാണ് ഈ കേട്ടത്. കാരണം പാപം നമ്മുടെ മേൽ ഭരണം നടത്തില്ലേ? എങ്ങനെയായിരിക്കണം? കൃപയ്ക്ക് കീഴിൽ നിന്നാലേ ഉള്ളൂ. ഈ കൃപയുടെ 5 മേഖലയുള്ളൊരു വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധിക്കുക? സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പാപത്തിന് നമ്മളുടെ മേലൊരു സ്ഥാനവുമില്ല ഈ 5 മേഖലകളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് യേശുക്രിസ്തുവിൽ നമ്മളായിക്കഴിഞ്ഞാൽ പിന്നെ പാപം നമ്മളുടെ അടുത്തേക്ക് വരില്ല. അവനോട് യാക്കോസ്ലീഹ ഓർമ്മിപ്പിക്കണം നമ്മളെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, സാത്താൻ നിങ്ങളെ വിട്ട് പോയിക്കൊള്ളൂ. ദൈവത്തിന് വിധേയപ്പെട്ടു കൊള്ളുക, സാത്താൻ നിങ്ങളെ വിട്ട് പോയിക്കൊള്ളൂ. അപ്പോൾ കൃപയെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനോട് നമ്മൾ പറ്റി നിന്നാൽ സാത്താൻ കൊണ്ടുവരുന്നതാണല്ലോ പാപത്തിൻ്റെ പ്രലോഭനങ്ങളും പാപഹേതുക്കളും എല്ലാം. അവന് നമ്മുടെ അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് യോഹന്നാൻ്റെ ലേഖനത്തിൽ, വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 18 പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, എന്തെന്നാൽ ദൈവപുത്രൻ അവരെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ അവരെ തൊടില്ലെന്ന്. അടുത്ത വചനം അതാണ് അതിൻ്റെ അന്തരാർത്ഥം. നമ്മൾ കൃപയ്ക്ക് കീഴിൽ നിന്നാൽ പാപം നമ്മളുടെ മേൽ ഭരണം നടത്തില്ല. പാപം ഉണ്ടെങ്കിലേ നമുക്ക് നിയമത്തിന് വിധേയപ്പെടേണ്ടതായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, നിയമത്തിന് നിങ്ങൾ കീഴിലല്ലെന്ന്. നിയമത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിൽ നിൽക്കണം. എന്നാൽ മാത്രമേ നിയമത്തിന് വിധേയരാകാതിരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ നിയമത്തിൻ്റെ പിടിയിൽ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? കൃപ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നതുകൊണ്ടാണ്. മറ്റുള്ളവർ കാണിക്കുന്ന തെറ്റുകൾ ക്ഷമിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല, അവരെ സ്നേഹിക്കാൻ പറ്റില്ല, അവരുടെ സഹാനുഭൂതി കാണിക്കാൻ പറ്റില്ല, സഹിഷ്ണുത കാണിക്കാനും പറ്റില്ല നമുക്ക്. അതുകൊണ്ടെന്താ? നമ്മൾ പ്രതികരിക്കുന്നു, അതിനെതിരെ എതിർക്കുന്നു. മത്തായി സുവിശേഷം 5:39 പറയുന്നുണ്ട്, ദുഷ്ടനെ എതിർക്കരുതെന്ന്. ദുഷ്ടനാണ് പാപം കൊണ്ടുവരുന്നത്. ദുഷ്ടനെ എതിർത്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ കൃപ ചോർന്നു പോകും, നമ്മളും പാപിയായിട്ട് മാറും. തിന്മയെ തിന്മ കൊണ്ടാണല്ലോ നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ തിന്മയാകുന്ന ദുഷ്ടനെ നമ്മളെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മളും പാപിയായിട്ട് മാറും, അവനെപ്പോലെ പാപിയായിട്ട് മാറും. അതുകൊണ്ടാണ് കർത്താവായ യേശു അങ്ങനെ പറഞ്ഞത്, ദുഷ്ടനെ എതിർക്കരുതെന്ന്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ പൗലോസ്ലീഹ പറയണം, എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. കൃപയ്ക്ക് കീഴിൽ നിൽക്കണമെന്നുള്ള ഭാവത്തിൽ നമ്മളൊരിക്കലും നിൽക്കാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലുള്ള കൃത്രിമമായിട്ടുള്ള കൃപയ്ക്ക് കീഴിൽ നിൽക്കുന്നവരുണ്ട്. അവർ ആ കൃപയുടെ കീഴിൽ നിന്നുകൊണ്ട് അവരറിയാതെ പാപം ചെയ്യിപ്പിക്കും. എന്തുകൊണ്ടാണ്? അവർ കൃത്രിമ കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് അവർ പാപത്തിൽ വീണു പോകും. അപ്പോൾ എന്ത് കാര്യങ്ങളും കർത്താവായ ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് യോഗ്യതയോടു കൂടിയായിരിക്കണം സ്വീകരിക്കേണ്ടത്. പിടിച്ച് വരച്ചൊരിക്കലും നമ്മൾ വാങ്ങിച്ചു വയ്ക്കരുത്. ആദ്യം നമ്മൾക്ക് അതിൻ്റെ എഫിഷ്യൻസി, യോഗ്യത ഉണ്ടാക്കിയെടുക്കുക. കൃപയാകട്ടെ, വചനമാകട്ടെ,
എന്തും ആയിക്കോട്ടെ, എന്ത് വരങ്ങളായിട്ട്, കൃപകളായിട്ട്, ദാനങ്ങളാകട്ടെ, ഫലങ്ങളാകട്ടെ നമ്മളിൽ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എനിക്കൊരു ഉദ്യോഗത്തിൽ പ്രവേശിക്കണം, ഡിസ്ട്രിക്റ്റ് കളക്ടറായിട്ട് എനിക്ക് മാറണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ല. കളക്ടറാണ് എനിക്ക് സാധിക്കുക. കാരണം എന്താണ്? കളക്ടറാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടൊരു എഫിഷ്യൻസി ഉണ്ട്, യോഗ്യതയുണ്ട്. അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? IAS പാസ്സായിരിക്കണം. അത്രയും വരെ ആകണമെങ്കിൽ വർഷങ്ങളോളം നമ്മൾ കഠിന തപസ് ചെയ്ത് പഠിക്കണം പല കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ അറിവുള്ള വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്കാണ് ആ പദവി ലഭിക്കുന്നത്. എന്നതുപോലെയാണ് കൃപ ദൈവത്തിൽ നിന്ന് കൃത്രിമമായിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ. അതുപോലെയുള്ള വചനം സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും വചനം സ്വീകരിക്കാൻ പാടില്ല. അത് നമുക്ക് തിരിച്ചടി കിട്ടും. വചനം ഇരുതല വാളിനേക്കാൾ ശക്തിയുള്ളതാണ്. ഇരുതല വാളിനേക്കാൾ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങോട്ട് വെട്ടുമ്പോൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്കും ആ വാളിൻ്റെ മുന കൊള്ളും എന്നുള്ളത് ഓർമ്മ വേണം. അതുകൊണ്ടാണ് അങ്ങനെ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വചനം ഒരിക്കലും ബലമായിട്ട് പിടിച്ചു വാങ്ങാൻ നോക്കരുത്. ദൈവം ദാനമായിട്ട് നമുക്ക് തരണം. ദാനമായി കിട്ടിയതല്ലാതെ നമുക്ക് എന്തുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരണം. ദൈവത്തിന് ദാനമായിട്ട് കിട്ടുമ്പോൾ ദൈവം നമ്മുടെ യോഗ്യത മനസ്സിലാക്കിയാണ് നമുക്ക് ഓരോന്ന് തരുന്നത്, കൃപ തരുന്നത്, വചനം നൽകുന്നത്, മറ്റതുപോലുള്ളതായ എല്ലാവിധ വരപ്രസാദങ്ങളും ദൈവം പ്രദാനം ചെയ്യുന്നത് നമുക്കെന്ത് യോഗ്യതയുണ്ട് എന്ന് നോക്കിക്കൊണ്ടാണ്. അല്ലാതൊരിക്കലും ദൈവം നമുക്ക് തരില്ല. അപ്പോൾ ആ യോഗ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ദൈവകൃപ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കരുത്. കാരണം കൃപ സ്വീകരിച്ച ആൾക്ക് ക്ഷമിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റുന്നു, സഹിഷ്ണുത കാണിക്കാൻ പറ്റുന്നു, അഥവാ അതിജീവന ശക്തി കാണിക്കാൻ പറ്റും. അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. അതിജീവന, ഏത് കാര്യങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി, അതാണ് സഹിഷ്ണുത. ഏതവസ്ഥയിലും സ്നേഹിക്കാൻ പറ്റുന്ന അവസ്ഥ, എല്ലാവരെയും ശത്രുവിനെ പോലും സ്നേഹിക്കാനുള്ള കഴിവ്, അതാണ് സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. ശത്രുവെന്നോ മിത്രമെന്നോ ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ നോക്കാതെ കർത്താവായ ദൈവം മനുഷ്യരുടെ മേൽ മഴ പെയ്യിക്കുന്നു, സൂര്യനുദിപ്പിക്കുന്നു, മഞ്ഞ് പെയ്യിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അതാണ് കൃപയിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. അല്ല താൽക്കാലിക സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല യഥാർത്ഥ കൃപയിലുള്ള സ്നേഹം. പ്രൈസ് ലോർഡ്. അപ്പോൾ പിന്നെ എങ്ങനെ പാപമേഖലകൾ കൃപ നിറഞ്ഞ വ്യക്തിയിൽ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ഇങ്ങനെയുള്ള 5 മേഖലകളിൽ സമ്പുഷ്ടമായി നിൽക്കുന്ന ഒരു വ്യക്തി, സഹനം, ക്ഷമ, സഹിഷ്ണുത, സ്നേഹം, സഹാനുഭൂതി, ഈ 5 മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപം ഉണ്ടാകില്ല. ഈ പറഞ്ഞ 5 പുണ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കുറവാണ് നമ്മളിൽ പാപം കയറി വരുന്നത്. പൗലോസ്യ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 5:17. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വചനമാണ്. ഒന്നുകൂടി വായിക്കാം. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം, അതായത് ആദം മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും, അതായത് യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴുന്നു. അപ്പോൾ പാപം എന്തുമാത്രം മനുഷ്യൻ്റെ മേൽ ആധിപത്യം ചെലുത്തിയിട്ടുണ്ടോ അതിനേക്കാൾ ഉപരിയായിട്ട് കൃപയാകുന്ന യേശു ക്രിസ്തു മനുഷ്യരുടെ മേൽ ആധിപത്യം പുലർത്തി. അതിനാലാണ്
അതിന് കീഴ്വഴങ്ങി ജീവിക്കുന്നവരെല്ലാം നിത്യതയിൽ പ്രവേശിക്കാനുള്ള അവകാശികളായി തീരുന്നത്. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. മറ്റൊരു കാര്യവും നമുക്ക് നോക്കാം. വിശ്വാസം മൂലം കൃപയിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നീതീകരണം ലഭിക്കൂ. അതുവഴി ദൈവവുമായി സമാധാനത്തിൽ ആയിത്തീരാൻ അവർക്ക് സാധിക്കും. നമുക്ക് വചനം ശ്രദ്ധിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 1-2 വചനങ്ങൾ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് യേശു മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവം മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ദൈവകൃപയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ദൈവകൃപയാണ് ഞങ്ങളെ കൊണ്ടിതെല്ലാം ചെയ്യിക്കുന്നതെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബലമായിട്ട് ദൈവകൃപ പിടിച്ചു പറ്റുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ദൈവകൃപയാണ് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ചെയ്യിക്കുന്നതെന്ന് വിചാരിക്കുന്നു, പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൃപ എന്താണെന്ന്, അതായത് ദൈവകൃപ എന്താണെന്ന് ആ വ്യക്തികൾ അറിയുന്നില്ല. അതിനെക്കുറിച്ചാണ് വിശുദ്ധ യൂദാസ്ലീഹ പറയുന്ന ഒരു വചനഭാവമുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യൂദാസ്ലീഹ ഒരു അധ്യായം മാത്രം എഴുതിയിട്ടുള്ളൂ. അതിൽ 1:4 പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഭയങ്കര ശോചനീയാവസ്ഥയാണത്, ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യക്തികളാണ് കൃപ നിറഞ്ഞ വ്യക്തികളെ കൂടി അതിൽ നിന്ന് തെറ്റിച്ച് കളയും. അവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അവർ ചെയ്യണതാണ് ശരി, ഇവർ ചെയ്യണത് ശരിയാണെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 24 അവസാന നാളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധത്തിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിച്ച് ക്രിസ്തു മാർഗത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറ്റിയ വണ്ണമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പല സ്ഥലങ്ങളിലും നടക്കുന്നു വ്യാജപ്രവാചകന്മാരിലൂടെ. അവരാണ് ചില വ്യക്തികളെന്ന് ഇവിടെ ശ്രീഹ പറഞ്ഞത്. ചില മനുഷ്യർ, ദുഷ്ട മനുഷ്യരെന്ന് പറഞ്ഞത്, അവരെക്കുറിച്ചാണ് പറഞ്ഞത്. സങ്കീർത്തനം 119:17 ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. ഞാൻ ജീവിച്ചിരിക്കാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. അപ്പോൾ കൃപയുണ്ടെങ്കിലേ ഒരു ദൈവദാസനായി അല്ലെങ്കിൽ ദാസിയായി ജീവിക്കുന്നൊരു വ്യക്തിക്ക് ജീവിച്ചിരിക്കാനും കൂടാതെ ദൈവവചനം അനുസരിക്കാനും സാധിക്കുകയുള്ളൂ. ദൈവവചനം എല്ലാവരും കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സങ്കീർത്തകൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിക്കാനും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമെന്ന്. കൃപയെ അപമാനിക്കുന്നവരോട് ഹെബ്രായ ലേഖനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 29-31 വചനങ്ങൾ. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ്. വിശുദ്ധിയും പരമാർത്ഥയും ഉള്ളവരായി വ്യാപരിക്കാൻ ദൈവകൃപ ആവശ്യമാണെന്ന് പൗലോസ്ലീഹ തുടർന്ന് പറയുകയാണ്. 2 കൊരിന്ത്യർ 1:12 ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടും പരമാർത്ഥയോടും കൂടി വ്യാപരിച്ചു എന്ന മനസാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അത് ഭൗതിക ജ്ഞാനത്താലല്ല, ദൈവകൃപയാലാണ് സാധിച്ചത്. ദൈവം എല്ലാറ്റിനെയും പരിപാലിക്കുന്നത് എങ്ങനെയാണ് എന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് നമുക്കത് വായിക്കാം. ജ്ഞാനം 15:1 ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു.
അപ്പോൾ നമ്മളിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃപയുടെ മക്കളായിട്ട് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാപൂർണനായ കർത്താവായ ദൈവമേ, അവിടുത്തെ കൃപയാലാണല്ലോ ഞങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ യോഗ്യതകളോ വലിപ്പമോ ചെറുപ്പമോ നോക്കിയല്ല കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ മേൽ കൃപ ചൊരിയുന്നത്. അവിടുത്തെ ദയയാണല്ലോ എല്ലാറ്റിനും അടിസ്ഥാനം. ഞങ്ങളുടെ അറിവില്ലായ്മകളെ കണക്കിലെടുക്കാതെ അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ ഞങ്ങളെ ചേർത്ത് നിർത്താൻ തിരുമനസ്സാകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്ത കരുണാനിധിയുമായ കർത്താവായ യേശുവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ.